മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് എം.എൻ. കാരശ്ശേരി പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പിണറായി വിജയൻ മിണ്ടുന്നില്ല. വോട്ടിന് വേണ്ടി മൌനം പാലിക്കുന്നു. പച്ചക്കള്ളങ്ങൾ പറയുന്ന വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നത് വോട്ടും നോട്ടും ലക്ഷ്യമിട്ടാണെന്നും കാരശ്ശേരി. പിണറായി തന്നെ ഭക്തനാണ് എന്ന് പിണറായിയുടെ സാന്നിധ്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹം മിണ്ടിയില്ലല്ലോ. അദ്ദേഹത്തെ മൗനിയാക്കുന്ന ആരാണ്? അധികാരമാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ 10 വോട്ട് അധികം കിട്ടും. വോട്ടും നോട്ടും വേണമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അസംബന്ധത്തിനെതിരായിട്ട് ശ്രീ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ആരും സംസാരിക്കാത്തത്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹം മിണ്ടിയില്ലല്ലോ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാത്തത്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം കഴിഞ്ഞ് UDF ആണ് വന്നിരുന്നെങ്കിൽ ഈ തരത്തിൽ LDF ചീത്തയാവുമായിരുന്നില്ല. അശോകന്റെ ഒക്കെ തെറ്റിദ്ധാരണ രാഷ്ട്രീയ പ്രവർത്തനം സഫലമാവണമെങ്കിൽ എപ്പോഴും അധികാരം വേണമെന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് അധികാരം അത്യാവശ്യമാണ് എന്ന് വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്നാമത്തെ ആള് കൃഷ്ണപിള്ളയാണ്, രണ്ടാമത്തെ ആള് AKG ആണ്. അവർക്കൊന്നും അധികാരം കിട്ടിയിട്ടില്ല. ഈ സച്ചാനന്ദ മാഷും സാറാ ടീച്ചറൊക്കെ അവരൊക്കെ എന്റെ എത്രയോ മേലെയാണെന്ന് എനിക്ക് കുട്ടിക്കാലത്തെ അറിയാം. ഇപ്പോഴും അവരൊക്കെ എന്റെ മേലെയാണ്. ഞാൻ പറഞ്ഞു കേട്ട് പറയുന്ന പണി അവർക്കാർക്കില്ല. അവരതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്റെ ഈ അഭിപ്രായം അതിപ്പോ ഞാൻ UDF ഭരണത്തിലാണ് ഞാൻ പറയും അടുത്ത തവണ LDF വരണം. LDF ഭരണത്തിലാണ് ഞാൻ പറയും അടുത്ത തവണ UDF വരണം. ഇപ്പോൾ കാരശ്ശേരി തുടങ്ങി വെച്ച ഈ സാംസ്കാരിക രംഗത്തെ വിവാദം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരശ്ശേരിയുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. കാരണം നിലവിൽ കാരശ്ശേരി വളരെ കൃത്യമായ തരത്തിൽ കാരശ്ശേരിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിൽ ഇടത് മേഖല മൊത്തം വന്ന സ്ഥിതിക്കാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണമായി കാരശ്ശേരി രംഗത്തെഴുതുന്നത്. പിണറായിയെ മുഖ്യമന്ത്രിയെ നേരിട്ട് നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ കാരശ്ശേരി മാഷ് രംഗത്തെത്തിയിട്ടുള്ളത്. കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പല ഘട്ടങ്ങളിൽ ദൈവവിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ നിരാകരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ വെള്ളാപ്പള്ളിയുടെ നിലപാടുണ്ട്, പിണറായി വിജയന്റെ നിലപാടുണ്ട്. അത്തരത്തിൽ നിലപാടില്ലായ്മ കൃത്യമായി പിന്തുടരുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായി നിലപാടില്ലാത്ത ഇടതുപക്ഷം തുടർഭരണത്തിൽ വരുമ്പോൾ അത് വലിയ തരത്തിൽ പ്രയാസമുണ്ടാവുന്നുണ്ട്. തന്റെ നിലപാട് തുടർഭരണം വേണ്ട, അത് LDF-നായാലും UDF-നായാലും വേണ്ട എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്.